SDPIക്കെതിരായ ED അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചെലവ് വിവരങ്ങൾ ED പരിശോധിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ SDPIക്കെതിരായ കുരുക്കും മുറുകുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. SDPIക്കെതിരായ ED അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുക. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചെലവ് വിവരങ്ങളായിരിക്കും ED പരിശോധിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടായിരിക്കും ഇന്ന് ഉടൻ സമർപ്പിക്കുകയുണ്ടാവുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ SDPIക്കെതിരായ കുരുക്കും ഇതോടെ മുറുകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. SDPIക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭീകരവാദ ഫണ്ടിംഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SDPIക്കെതിരെ ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി SDPIയുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ED നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായി രാജ്യവ്യാപക പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി. കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഡൽഹിയിലും ഒപ്പം രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. നിരവധി ഭീകരരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഒപ്പം നേരത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ള ചില വസ്തുതകൾ എന്നുള്ളത് ഒന്ന്, പോപ്പുലർ ഫണ്ട് സമാഹരിച്ച ഭീകരവാദത്തിലൂടെ സമാഹരിച്ചിട്ടുള്ള പണം, ഹവാല പണം, അനധികൃതമായി ശേഖരിച്ചിട്ടുള്ള പണം SDPIയിലേക്കും ഒഴുകിയെത്തി. അത് ഒഴുകിയെത്തിയതിലും വലിയ രീതിയിൽ ദുരൂഹതകളുണ്ട്. സംഭാവനകളായി SDPIയിലേക്ക് എത്തിയിട്ടുള്ള പണം സംഭാവന നൽകുന്നതിന് മുൻപേ തന്നെ ഈ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. അതായത് സംഭാവന നൽകുന്ന വ്യക്തികൾക്കും ആളുകൾക്കും മുൻകൂട്ടി പണം ലഭിച്ച് പിന്നീട് ആ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്ന രീതിയിൽ കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SDPI ഈ പണം വിനിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ പോപ്പുലർ ഫണ്ടാണ് SDPIക്ക് പൂർണ്ണമായും സാമ്പത്തികമായി നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ മുഹമ്മദ് കുട്ടി ഫൈസിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ SDPI നടത്തിയിട്ടുള്ള അനധികൃത പണമിടപാട്, അതും ഭീകരവാദ ഫണ്ടിങ് ഏത് രീതിയിലെല്ലാം ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ED തയ്യാറാക്കി വരികയാണ്. നേരത്തെ ഒരു പ്രാഥമിക റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയത് SDPI ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയും പുറത്ത് ഒരു ജനാധിപത്യ രീതിയിൽ മുഖം നൽകിക്കൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷം നടത്തിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ, ഒന്ന്, ഇത്തരത്തിൽ സംഭാവനകളിലെ ദുരൂഹത, ഒപ്പം PFIയുടെ ഭീകരവാദ ഫണ്ടിങ് SDPI ഉപയോഗിച്ചു എന്നുള്ളതുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് പ്രധാന തെളിവുകളായി അല്ലെങ്കിൽ അതിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് മുഹമ്മദ് കുട്ടി ഫൈസിയുടെ 1420 എന്നിൽ അവസാനിക്കുന്ന മൊബൈൽ നമ്പറും ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈലും ഡിജിറ്റൽ ഉപകരണങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിലെ കോൾ ലിസ്റ്റ്, ഒപ്പം വിവിധ ആപ്പുകൾ വഴി നടത്തിയിട്ടുള്ള ചാറ്റുകൾ, ഇവയെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് PFI ഭീകരരുമായി നടത്തിയിട്ടുള്ള ചാറ്റുകൾ, ഒപ്പം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ, ഇവയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധനയിലും പണമിടപാടുകളുടെ രേഖകൾ, ബാങ്ക് വഴി അല്ലാതെ നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്തിമ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കുന്നതെന്നാണ് SDPIക്കെതിരായ ED അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചെലവ് വിവരങ്ങൾ ED പരിശോധിച്ചിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ SDPIക്കെതിരായ കുരുക്ക് മുറുകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.